ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാന നിമിഷം. മലയാളികൾക്കും വ്യക്തിപരമായി അഭിമാനിക്കാം. പായൽ കപ്പാട്ടിയുടെ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റിന് 77ാം കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഗ്രാൻഡ് പ്രീ പുരസ്കാര നേട്ടം. വെറുമൊരു പുരസ്കാരമല്ല ഇത്. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ സിനിമ എന്ന ചരിത്ര നേട്ടമാണ് ചിത്രം സ്വന്തമാക്കിയത്. ആദ്യമായാണ് ഇന്ത്യൻ സംവിധായകയ്ക്ക് ഗ്രാൻഡ് പ്രീ പുരസ്കാരം ലഭിക്കുന്നത്. മലയാളികൾക്കും വ്യക്തിപരമായി അഭിമാനിക്കാവുന്ന നേട്ടം എന്ന് പറഞ്ഞല്ലോ. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ചത് മലയാളികളായ കനി കുസൃതിയും ദിവ്യ പ്രഭയുമാണ്. അസീസ് നെടുമങ്ങാടും ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് കാനിൽ ചിത്രം പ്രദർശിപ്പിച്ചത്. ചിത്രത്തിന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. 8 മിനിറ്റോളം കാണികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ചിത്രത്തിന് ലഭിച്ച സ്വീകാര്യത എത്രത്തോളമായിരുന്നുവെന്ന് ഇതിൽ നിന്നും വ്യക്തം. ബാർബി സിനിമയുടെ സംവിധായിക ഗ്രറ്റ ഗെർവിൻ അധ്യക്ഷയായ ജൂറിയാണ് മത്സര വിഭാഗം ചിത്രത്തിൽ വിലയിരുത്തിയത്. കനി കുസൃതി അവതരിപ്പിച്ച പ്രഭ, ദിവ്യ പ്രഭ അവതരിപ്പിച്ച അനു എന്നീ മലയാളി നേഴ്സുമാരുടെ മുംബൈ ജീവിതത്തിലെ സംഘർഷങ്ങളുടെയും അതിജീവനത്തിന്റെയും കഥയാണ് ചിത്രം പറയുന്നത്. ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞാണ് പ്രഭ ജീവിക്കുന്നത്. അനു ഒരു യുവാവുമായി കടുത്ത പ്രണയത്തിലാണ്. ഇവരുടെ ജീവിതത്തിലൂടെയുള്ള ഒരു മനോഹരമായ യാത്രയാണ് ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. ചിത്രത്തിന്റെ പ്രദർശനത്തിന് മുന്നോടിയായി ചിത്രത്തിലെ സംവിധായിക പായൽ കപ്പാട്ടിയ, ചിത്രത്തിലെ പ്രധാന താരങ്ങളായ ദിവ്യ പ്രഭ, കനി കുസൃതി, ഹൃദു ഹാറൂൺ, ഛായാഗതം എന്നിവരോടൊപ്പം രൺബീർ ദാസ്, ജൂലിയൻ ഗ്രാഫ്, സീക്കോ മൈത്ര, തോമസ് ഹക്കീം എന്നിവർ റെഡ് കാർപ്പറ്റിൽ ചുവടുവെച്ചത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയതും പായൽ കപ്പാട്ടിയയാണ്. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് പായൽ കപ്പാട്ടിയ. പായലിന്റെ ഡോക്യുമെന്ററി എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് 2021 കാനിലെ ഗോൾഡൻ ഐ പുരസ്കാരം ലഭിച്ചിരുന്നു. ഇന്ത്യയിലെ ആദ്യ തലമുറ വീഡിയോ ആർട്ടിസ്റ്റുകളിൽ ഒരാളായ നളിനി മാലിനിയുടെ മകളാണ് പായൽ. ഫ്രഞ്ച് കമ്പനിയായ പെറ്റിറ്റ് കെയോസും ഇന്ത്യൻ കമ്പനികളായ ചോക്ക് ആൻഡ് ചീസും അനദർ ബെർത്തും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. ഇന്ത്യക്ക് അഭിമാനമാക്കാൻ വേറെയും കാരണങ്ങളുണ്ട്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പുതുചരിത്രം കുറിച്ച് ഇന്ത്യക്കാരിയായ നടി അനസൂയ സെൻഗുപ്ത മികച്ച നടിയായി. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൺ റിഗാർഡ് സെഗ്മെന്റിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി എന്ന നേട്ടമാണ് അനസൂയ സ്വന്തമാക്കിയത്. ബൾഗേറിയൻ സംവിധായകൻ കോൺസ്റ്റന്റൈൻ ബൊച്ചാനോവ് ഒരുക്കിയ ഇന്ത്യൻ ചിത്രം ദി ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. ഡൽഹിയിലെ ഒരു വേശ്യാലയത്തിൽ നിന്നും പോലീസുകാരനെ കുത്തിയ ശേഷം രക്ഷപ്പെടുന്ന ലൈംഗിക തൊഴിലാളിയുടെ യാത്രയാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. കാൻ ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പിയർ അഷന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ബഹുമതി ഛായാഗ്രാഹകൻ സന്തോഷ് ശിവന് ലഭിച്ചത് മലയാളികളുടെ മറ്റൊരു സന്തോഷം. നടി പ്രീതി സിന്റെയാണ് വെള്ളിയാഴ്ച സമ്മാനിച്ചത്. ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്ക് 2013 മുതൽ നൽകുന്ന പുരസ്കാരമാണിത്. ഇത് ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ.